إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇദ്ദ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇദ്ദ ഇരിക്കുക എന്നത് ഒരു പ്രയോഗം മാത്രമാണ്. ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ പേരൊന്നുമല്ല. ഇദ്ദ ആചരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ജീവനുള്ള ഭർത്താവുമായി വിട്ടുപിരിയുമ്പോഴാണ് ഇദ്ദ നിർബന്ധമാകുന്നത്. അത് തലാഖ് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ഖുൽഉ കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടൽ കൊണ്ടോ ഒക്കെ ഇദ്ദ നിർബന്ധമാകും. ഇതിൽ തലാഖ് പോലെയുള്ള മരണമല്ലാത്തതിൻ്റെ ഇദ്ദ, അതുപോലെ മരിച്ചാലുള്ള ഇദ്ദ നമുക്ക് ലാസ്റ്റ് പറയാം. അല്ലാത്ത നിലക്ക് ഭർത്താവിന് വിട്ടുപിരിയുമ്പോഴുള്ള ഇദ്ദ, അത് വിവാഹം കഴിക്കുകയും ഒത്ത് നടക്കുകയും അതിനിപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ദ്രിയത്തെ ഹലാല രൂപത്തിൽ എടുക്കുകയും ഹലാല രൂപത്തിൽ സ്ത്രീയുടെ വയറ്റിലേക്ക് കയറ്റുകയും ചെയ്താലും അതൊക്കെ ഈ ജിമായിൽ പെടും. ഈ പറഞ്ഞ വിഷയത്തിൽ അവിടെയൊക്കെ ഇദ്ദ നിർബന്ധമാവും. അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടതിൻ്റെ ശേഷം ഭർത്താവുമായി വിട്ടുപിരിയുമ്പോഴാണ് ഇദ്ദ നിർബന്ധമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു, രണ്ടുപേരും തമ്മിൽ ജുമാവും നടന്നിട്ടില്ല, എന്നിട്ട് തലാഖ് ചെല്ലിയാൽ അവിടെ ഇദ്ദ ഇരിക്കേണ്ടതില്ല എന്നർത്ഥം. അല്ലാത്തടുത്താണ് സമയത്തിൽ മരണപ്പെട്ടാലുള്ള ഇദ്ദ അങ്ങനെയല്ല. നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ ഇത് നിർബന്ധമാവും. അത് പിന്നീട് പറയാം. ത്വലാഖ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിട്ടുപിരിയലാണെങ്കിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമാണ്, ജിമാവ് നടന്നെങ്കിൽ മാത്രമാണ് ഇദ്ദ നിർബന്ധമാകുന്നത്. ഈ ഇദ്ദ 3 ശുദ്ധിയുടെ കാലഘട്ടമാണ്. ഈ ഇദ്ദ കാലഘട്ടത്തിൽ മരണപ്പെട്ടാലുള്ള ഇദ്ദ പോലെയുള്ള ചെടിച്ചിരിക്കൽ ഉള്ള വിഷയങ്ങൾ പിന്നീട് വിശദീകരിക്കും. അതൊന്നും ഇതിന് നിർബന്ധമില്ല. ഇതിൽ 1 or 2 ഒക്കെ ത്വലാഖ് ചൊല്ലിയിട്ടാണ് വിട്ടുപിരിഞ്ഞത് എങ്കിൽ അവൾക്ക് താമസിക്കാനുള്ള സ്ഥലവും അതുപോലെ ഭക്ഷണമൊക്കെ നൽകേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഇദ്ദ കാലഘട്ടത്തിൽ. ആ സമയത്തിൽ അവൾക്ക് അവൻ പറയുന്ന സ്ഥലത്തിൽ, അവൻ നൽകുന്ന സ്ഥലത്തിൽ താമസിക്കൽ അവർക്കും നിർബന്ധമാണ്. അവൻ പറയുന്ന സ്ഥലത്ത് താമസിക്കാതെ ഭാര്യൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോന്നാൽ പിന്നെ അവൻ ചിലവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഇദ്ദയിരിക്കുമ്പോൾ നല്ല അല്ലാത്ത സമയത്തൊക്കെ അവൻ്റെ സമ്മതം കൂടാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ ചിലവിന് കൊടുക്കൽ അവന് നിർബന്ധമാവില്ല. അപ്പോൾ ഈ ഗർഭിണിയാണെങ്കിൽ 3 തലാഖ് ചെല്ലിയാൽ പോലും ഗർഭിണിയാകുന്ന സമയത്തിലാണെങ്കിൽ തലാഖ് ചെല്ലിയതെങ്കിൽ, ഗർഭിണിയെ തലാഖ് ചെല്ലൽ ഹറാമാണ് എങ്കിലും അങ്ങനെ തലാഖ് ചെല്ലിയാൽ തലാഖ് സംഭവിക്കും. അപ്പോഴും അവൾക്ക് ഈ പാർപ്പിടും ഭക്ഷണമൊക്കെ നൽകൽ അവന് നിർബന്ധമായി വരും. ഏതായാലും ഇദ്ദ ഇരിക്കേണ്ട സമയം, ഹൈലുണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ 3 ഖുർഅ് അഥവാ 3 ശുദ്ധിയാണ് ഇദ്ദയുടെ കാലഘട്ടം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പല സ്ത്രീകളും 3 മാസമാണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കി വെക്കുകയാണ്. 3 മാസമല്ല, 3 ശുദ്ധി എന്നതാണ്. 3 ശുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 32 ദിവസവും 2 സെക്കൻഡ് കൊണ്ടും 3 ശുദ്ധി ചിലപ്പോൾ കഴിയാം. ചിലപ്പോൾ അത് മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുക്കുകയും ചെയ്യാം. 3 ശുദ്ധി എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചെല്ലുമ്പോൾ ഈ സ്ത്രീ ശുദ്ധിയിലാണെങ്കിൽ ഒരു ശുദ്ധി അതുതന്നെയാണ്.
ശുദ്ധിയിൽ തലാക്ക് ചൊല്ലിയാൽ ഒരു ശുദ്ധി അത് തന്നെ. ഹൈദിൽ തലാക്ക് ചൊല്ലിയാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ശുദ്ധിയാണ്. ഹൈദ് സമയത്തിൽ തലാക്ക് ചൊല്ലൽ ഹറാം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. തലാക്ക് ചൊല്ലിയാൽ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കും. അങ്ങനെ തലാക്ക് ചൊല്ലിയാൽ ആ ഹൈദ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ശുദ്ധിയായിരിക്കും ഒരു ശുദ്ധി. അപ്പോൾ ഈ 32 ദിവസവും 2 സെക്കൻഡും എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വേണമെങ്കിൽ അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് വിശദീകരിച്ചാൽ മൊത്തത്തിൽ അതിൻ്റെ മസാല മനസ്സിലാവും. ഒരു ഭർത്താവ് ഒരു സ്ത്രീനെ തൊലാക്ക് ചൊല്ലിയതിൻ്റെ 1 സെക്കൻഡ് അവൾക്ക് ശുദ്ധിയായിരുന്നു, അടുത്ത സെക്കൻഡിൽ അവൾ ഹൈലായി. എന്നാൽ ഇപ്പോൾ ഒരു ശുദ്ധി അവിടെ തീർന്നു. 1 സെക്കൻഡ് കിട്ടിയാൽ മതി, ഒരു ശുദ്ധിയായി. അടുത്തത് ഹൈദിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് 1 ദിവസമാണല്ലോ. 1 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ 24 മണിക്കൂർ ടൈം അവൾക്ക് ഹൈദ് കറക്റ്റ് ഉണ്ടായി നോക്കാം. അപ്പോൾ 1 ദിവസം വീണ്ടും വന്നു. ഇനി 2 ഹൈദുകൾക്കിടയിലുള്ള ശുദ്ധി ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമാണ്. അപ്പോൾ ഇനി അടുത്ത ഹൈദ് വരണമെങ്കിൽ 15 ദിവസം വേണം. ആ 15 ദിവസത്തേക്ക് അവൾ 1 ദിവസം കഴിഞ്ഞു ശുദ്ധിയിലേക്ക് പ്രവേശിച്ചാൽ 2ാം ശുദ്ധിയിൽ പ്രവേശിച്ചു. 2ാം ശുദ്ധിയിൽ പ്രവേശിച്ചു 15 ദിവസം എന്തായാലും ശുദ്ധിയാകണം. ആ 15 ദിവസം കഴിയുമ്പോഴത്തേന് 16 ദിവസവും 1 സെക്കൻഡ് ഉപ്പായി. അപ്പോഴൊക്കെ തന്നെ അവൾക്ക് വേറെ ഹൈദ് ഉണ്ടായി നോക്കുക. അങ്ങനെ ഉണ്ടാവാം, സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ലെങ്കിലും അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്ക് 15 ദിവസവും 16 ദിവസവും 1 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് 2 ശുദ്ധി കഴിഞ്ഞു. ഇനി അടുത്ത 1 ദിവസം അവൾക്ക് വീണ്ടും ഹൈദായി. ഇപ്പോൾ 16 ദിവസം കഴിഞ്ഞ് 17 ദിവസമായി. 17 ദിവസവും 1 സെക്കൻഡും കഴിഞ്ഞു. അപ്പോഴേക്കും അവൾക്ക് ശുദ്ധിയായി നോക്കുക. അപ്പോൾ വീണ്ടും അവൾ ശുദ്ധിയിലേക്ക് പ്രവേശിച്ചു. ഇനി അവിടെ വീണ്ടും 15 ദിവസം ശുദ്ധി വേണം. അപ്പോൾ 32 ദിവസമായി. 32 ദിവസവും 1 സെക്കൻഡ് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് 15 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അവൾക്ക് ഹൈദ് ആരംഭിച്ചാൽ അവൾ ഈ 3 ശുദ്ധിയും കഴിഞ്ഞവളായി. അപ്പോൾ ആ പ്രവേശിക്കുന്ന 1 സെക്കൻഡ് കൂട്ടിയിട്ടാണ് 32 ദിവസവും 2 സെക്കൻഡും നടന്നത്. ഇതിപ്പോൾ അപൂർവമായിട്ടൊക്കെ സംഭവിക്കുള്ളൂ, ഇങ്ങനെ കറക്റ്റായിട്ട് സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഓരോ ശുദ്ധി അത് പല സ്ത്രീകൾക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് ശുദ്ധിയുമായതൊക്കെ മാസം കൃത്യമായിട്ടുണ്ടാകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ മാസങ്ങളെ കൊണ്ടേക്കാരം ഒന്ന് കഴിഞ്ഞു പോവാം. എന്നാൽ തന്നെ തൊലാക്ക് സംഭവിച്ചത് ശുദ്ധിയിലാണെങ്കിൽ ആ ശുദ്ധിയിൽ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി ഒരു ശുദ്ധി തീരും. ഇനി ഹൈദിലാണ് തൊലാക്ക് സംഭവിച്ചെങ്കിൽ അങ്ങനെ വീണ്ടും കൂടി പോകും. ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഹൈദുണ്ടാകാം. അങ്ങനത്തെ സ്ത്രീകളാകുമ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ അത് ഇങ്ങനെ ശുദ്ധിയായി വരുമ്പോൾ ചിലപ്പോൾ അത് 6-7 മാസം, ചിലപ്പോൾ 9-10 മാസമൊക്കെ പോകേണ്ടി വരും. ഇനി തീരെ ഹൈദ് ഉണ്ടാകാത്ത പെണ്ണാണെങ്കിലോ അങ്ങനെ ഉണ്ടാവാലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ പ്രയാസമാണ്. ഹൈദ് ഉണ്ടാകാത്ത പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഹൈദ് ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷ ഇല്ലാത്ത ഒരു പ്രായത്തിലേക്ക് എത്തുകയും പിന്നെ 3 മാസം കഴിയണം ഇദ്ദ കഴിയണമെങ്കിൽ. അപ്പോൾ അത് 62 വയസ്സ് എന്നൊക്കെ ചില പണ്ഡിതന്മാർ ഇതിന് കണക്കാക്കിയത് കാണാം. 62 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുക, പിന്നെ 3 മാസം. അപ്പോൾ അത് വലിയ അപകടമാകും ചെറിയ സ്ത്രീകൾക്കൊക്കെ അത് ഉണ്ടാവാത്തവരാണെങ്കിൽ. നാൾ മുമ്പ് പറഞ്ഞതുപോലെ മരുന്ന് കുടിച്ചുകൊണ്ട് മെൻസസ് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇനി എന്നാൽ നമ്മളെ മദ്ഹബല്ലാത്ത ഹംബലി മദ്ഹബിൽ, മാലിക്കി മദ്ഹബിലൊക്കെ 9 മാസം വെയിറ്റ് ചെയ്ത് പിന്നെ 3 മാസം ഇദ്ദ ചെയ്യുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്, അത് ഉണ്ടാവാതെ. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾക്ക് ചിലപ്പോൾ മദ്ഹബുകൾ മാറാവുന്നതാണ്. അപ്പോൾ 1 വർഷം കൊണ്ട് ആ ഇദ്ദ തീർക്കാൻ പറ്റും. മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ മസല അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ അവർക്ക് വേറെ കല്യാണ അന്വേഷണങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതല്ലാതെ സാധാരണഗതിയിൽ സുഗന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞത് മരണത്തിൻ്റെ ഇദ്ദക്കാണ്. ഇത് മരണത്തിൻ്റെ ഇദ്ദല്ലാത്തതുകൊണ്ട് ഇതിന് ആ വിഷയങ്ങളൊന്നുമില്ല തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ. എന്നാൽ ഗർഭിണിക്ക് പ്രസവമാണ് ഇദ്ദയുടെ സമയം. അപ്പോൾ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം പ്രസവിക്കലോടുകൂടി ഇദ്ദ കഴിഞ്ഞു. അത് ചിലപ്പോൾ ഗർഭം തുടങ്ങിയ കാലഘട്ടമാണെങ്കിൽ ആ 9 മാസം 10 മാസം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇവൻ തലാക്ക് ചെല്ലുന്നു, ഉടനെ തല പ്രസവിക്കുന്നു, എന്നാൽ അതോടെ ഇദ്ദ കഴിഞ്ഞു ചെയ്തു. അപ്പോൾ ചിലപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് തന്നെ തീരും ചെയ്യാം. തലാക്ക് ചെല്ലുന്നു, അടുത്ത സെക്കൻഡ് അവൾ പ്രസവിക്കുന്നു, അതോടെ ഇദ്ദ തീർന്നു. അപ്പോൾ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കൽ കൊണ്ട് തന്നെ ഇദ്ദ തീരും. അപ്പോൾ ഇദ്ദയുടെ കാലമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. പലപ്പോഴും ഇങ്ങനെ തലാക്ക് സംഭവിക്കുന്ന സമയത്തിൽ കല്യാണ അന്വേഷണങ്ങൾ അവരായിട്ട് ചോദിക്കലും പറയലൊക്കെ നടക്കാറുണ്ട്. അതൊരു പാടില്ല. അതേസമയത്തിൽ വാപ്പൊക്കെ അന്വേഷിക്കുക എന്നുള്ളതൊന്നും കുഴപ്പമില്ല. അവളിലേക്ക് കല്യാണ സൂചനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇദ്ദ സമയത്തിൽ നടത്താൻ പാടില്ല. ഇനി മരിച്ചാലുള്ളൊരു ഇദ്ദയാണ് മറ്റൊന്ന്. മരണപ്പെട്ടാലുള്ള ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. അപ്പം ഇവിടെ ഇതിനു മുമ്പ് തലാക്ക് ചൊല്ലിയാലുള്ള ഇദ്ദനെ കുറിച്ച് തന്നെ ചെറിയൊരു കാര്യം കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് പലരും മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഹിക്മത്ത് കിതാബുകളിൽ 2 പറഞ്ഞു. ഒന്ന്, അവരെ ഗർഭപാത്രം ഒഴിവാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.
പലപ്പോഴും വരുന്ന സംശയം പലരും പറയാറുള്ളത് ഒരു തമ്മിൽ 2 കൊല്ലം 4 കൊല്ലം 5 കൊല്ലമൊക്കെ ആയി ഒരു അടുത്ത് പോയിട്ട് കുറേ കാലം ഇപ്പോഴാണ് തലാഖ് സംഭവിച്ചു, ഇനി ഇദ്ധരിക്കണമെന്ന് ചോദിക്കും. ഇദ്ധ വേണമെന്നുള്ളതാണ്. ഈ ഗർഭപാത്രം ഒഴിവാണ് എന്നറിഞ്ഞാൽ പോലും അവിടെ താഴ്ബുദ്ധിയാണ്, ഇത് എന്തിനാണ് എന്നറിയില്ല, അതിനാണ് താഴ്ബുദ്ധി അറിയാം. രഹസ്യമറിയാതെ ആരാധിക്കുക എന്ന് പറയും. ഷറയിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ചിലപ്പോൾ അത് എന്തിനു വേണ്ടിയാന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇദ്ദ. അപ്പൊ 4 മാസം 4 കൊല്ലം 5 കൊല്ലമൊക്കെ ആയിട്ട് ഭർത്താവായിട്ട് യാതൊരു ബന്ധമില്ല, ഇപ്പൊ തൊലാക്കല്ലി എന്ന് പറഞ്ഞാലും ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യണം, 3 ശുദ്ധി ഇദ്ദ വരണം എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇവർ ബന്ധപ്പെട്ടില്ല എന്നതുകൊണ്ട് അത്രകാലം ബന്ധപ്പെട്ടില്ല എന്നുകൊണ്ട് ഇദ്ദ ഒഴിവായി കിട്ടൂല. തലാക്ക് ചെയ്യില്ല, ഉടനെ വേറെ നിക്കാഹ് ചെയ്യാനൊന്നും പറ്റൂല അർത്ഥം. ഈ 3 ശുദ്ധി അവിടെയും കഴിഞ്ഞു കിടക്കണം. ഇനി നമ്മൾ മരണപ്പെട്ട ഇദ്ദയിലേക്ക് വന്നാൽ, മരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഗർഭിണിയാണെങ്കിൽ പ്രസവം തന്നെയാണ് അതിൻ്റെ ഇദ്ദ. മരിച്ചു കഴിഞ്ഞു ഉടനെ പ്രസവിച്ചാൽ അത് തീർന്നു. മരണമല്ലാത്ത ഗർഭിണിയല്ലാത്ത സാധാരണഗതിയിലാണെങ്കിൽ 4 മാസവും 10 ദിവസവുമാണ് അവിടുത്തെ ഇദ്ദ. അവിടെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടണമെന്നൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം. 4 മാസവും 10 ദിവസവും എന്ന് പറയുമ്പോൾ ഓരോ മാസവും ഈ അറബി മാസമാണ് പരിഗണിക്കപ്പെടുക, ഇംഗ്ലീഷ് മാസമല്ല. അപ്പോൾ അറബി മാസത്തിൽ പിന്നെ വരുന്ന ഡേറ്റുകൾ ഈ ഒരു മാസത്തിൻ്റെ മധ്യത്തിലായിരിക്കും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകുക. ആ മാസത്തെ 30 കണക്കാക്കുക. ബാക്കിയുള്ളൊക്കെ മാസങ്ങൾ എത്രയാണോ ആ മാസത്തിൽ 30 ആണെങ്കിൽ 30, 29 29. അറബി മാസം അങ്ങനെ ഉണ്ടല്ലോ, 30 29 ഉണ്ടാകുക, 29 30 ഉണ്ടാകുക. അപ്പം ബാക്കിയുള്ള മാസങ്ങളൊക്കെ അതാത് മാസം 1-ാം തീയതി തുടങ്ങുമ്പോൾ ആ മാസം എത്രയാണോ 29 ദിവസമാണെങ്കിൽ 29 ദിവസം കൂട്ടിയാൽ മതി. പക്ഷേ ആ ഇടയ്ക്ക് വെച്ച് ഈ മരണം സംഭവിക്കുന്നത് 1-ാം തീയതി കറക്റ്റാലൊക്കെ അപൂർവമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 5-ാം തീയതി 10-ാം തീയതി മരിച്ചു കഴിഞ്ഞാൽ ആ മാസത്തിൽ 10-ാം തീയതി മരിച്ചു കഴിഞ്ഞാൽ ബാക്കി 20 ദിവസമാണ് ആ മാസത്തിൽ ഉണ്ടാകുക. ഇനി ബാക്കി 10 ദിവസം കൂടി വേറെ മാസത്തിൽ നിന്ന് പിടിച്ചിട്ട് അത് 30 തേക്കുക, അങ്ങനെ ഉണ്ടാകുക. ബാക്കിയുള്ള മാസങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്ന മാസങ്ങളൊക്കെ ആ മാസം എത്ര ദിവസമാണ് അത്രയാണ്. ഇങ്ങനെ 4 മാസവും 10 ദിവസവുമാണ് മരിച്ചാലുള്ള ഇദ്ദ. ഈ മരണപ്പെട്ടാലുള്ള ഇദ്ദക്ക് ഇഹ്ദാദ് എന്ന ഒരു നിർബന്ധം കൂടിയുണ്ട്. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താണ് ചെടിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, ഇഹ്ദാദ്. അപ്പോൾ ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീകൾ മനസ്സിലാക്കി വെച്ചതുപോലെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ട് പൂട്ടി ഇരിക്കുക, നിസ്കാരക്കുപ്പാട്ടി ഇരിക്കുക എന്നൊന്നും അതിനില്ല. പലരും അങ്ങനെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ പുതിയ ഭംഗിക്ക് വേണ്ടി കളറ് കൊടുക്കപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക, അതുപോലെ ആഭരണങ്ങൾ ഒഴിവാക്കുക. ആഭരണങ്ങൾ ഏതാണെങ്കിലും, അത് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും വെള്ളിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും എല്ലാ ആഭരണങ്ങളും ഒഴിവാക്കുക. സുഗന്ധദ്രവ്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തലയിൽ എണ്ണ ഇടുന്നത് ഒഴിവാക്കുക, തലയിൽ എണ്ണ ഇടുന്നത് ഒഴിവാക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഒഴിവാക്കേണ്ടത്. അതുപോലെ ഒരു സ്ഥലത്തെ ലാസിമാക്കുക. മരിക്കുന്ന സമയത്തിൽ എവിടെയാണോ ആ ഭർത്താവ് മരിക്കുമ്പോൾ അവർ ഉള്ളത് എങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കുക, പിന്നെ ഒന്ന് പുറത്തു പോകാതിരിക്കുക. അത്യാവശ്യമാകുന്ന ചികിത്സകൾ വന്നാൽ അതിന് പുറത്തേക്ക് പോകാം. അതുപോലെ ആ വീട്ടിൽ ആരും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അവർക്ക് രാത്രിയൊക്കെ നേരം പോക്കിന് വേണ്ടി അയൽവാസികളുടെ വീട്ടിലേക്ക് ചിലപ്പോൾ പോകാം. അങ്ങനെയുള്ള ഇനി ജോലിക്ക് പോയെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജോലിക്ക് പോകാം. അല്ലെ വേറെ മാർഗമൊന്നുമില്ല, സ്ത്രീക്ക് ജോലിക്ക് പോയെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എങ്കിൽ രാത്രി ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ രാത്രി ചെയ്യണം. അതിനും കഴിയില്ലെങ്കിൽ പകൽ പോയെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളൊരു അത്യന്തര ഘട്ടത്തിലാണെങ്കിൽ അതിന് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാം. ഇനി ഒരു വീട്ടിൽ ഒരിക്കലും നിൽക്കാൻ പ്രയാസമാണ് എന്നാൽ അപ്പോൾ വേറെ വീട്ടിലേക്ക് മാറാം, അത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണെങ്കിൽ. അപ്പോൾ അവരെ നോക്കാനൊന്നും ആരില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ നിൽക്കണം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. ഒരു റൂമിൽ തന്നെ ചടച്ചിരിക്കണം എന്നൊന്നുമില്ല. അതുപോലെ വെള്ള വസ്ത്രം തന്നെ ഇട്ടിരിക്കണം എന്നില്ല. എന്നാൽ വെള്ള വസ്ത്രം പോലെയുള്ള വസ്ത്രങ്ങൾ ഇട്ടിരിക്കലാണ് നല്ലത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. പരമാവധി ആ സമയത്തിൽ ഭർത്താവിന് വേണ്ടിയിട്ട് ഖത്മുൽ ഖുർആനുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതുകൂടി അതിൻ്റെ പിന്നിൽ ഉദ്ദേശം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായി നടക്കണം. എന്നാൽ അത് ഇല്ലാതിരിക്കൽ നിർബന്ധമൊന്നുമില്ല, അത് ഉണ്ടാകൽ നിർബന്ധമൊന്നുമില്ല എന്നർത്ഥം. ഇല്ലാതെയും ഇരിക്കാം. പിന്നെ അവിടെ മറ്റു വിഷയങ്ങൾക്കൊന്നും കുഴപ്പമില്ല. എന്നാൽ സ്ത്രീകൾക്കിടയിലുള്ള എപ്പോഴും ചോദിക്കാൻ പിന്നെ ഇങ്ങനെ ഇത്തിരിക്കുകയാണ്, എങ്ങനെ ഇളാപ്പൻ്റെ കുട്ടിനെ കാണാൻ പറ്റുമോ, മൂത്താപ്പൻ്റെ കുട്ടിനെ കാണാൻ പറ്റുമോ, ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് കുറേ ചോദ്യം വരാറുണ്ട്. ഈ കാണലും ഇദ്ദയും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇദ്ദ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആരൊക്കെ കാണാൻ പറ്റുമോ അവരൊക്കെ ഇദ്ദയിരിക്കുമ്പോഴും കാണാം. ഇദ്ദ ഇല്ലാത്തപ്പോൾ കാണാൻ പറ്റാത്ത ആളുകളൊക്കെ ഇദ്ദയിരിക്കുമ്പോഴും കാണാൻ പറ്റില്ല. ഇദ്ദക്ക് അല്ലാത്ത സമയത്തിൽ കാണാൻ പറ്റാത്തവരെ എപ്പോഴും കാണാൻ പറ്റില്ല, അല്ലാത്തവർ കാണാൻ പറ്റുന്നവരൊക്കെ ഈ സമയത്ത് കാണാൻ പറ്റും. എന്നാൽ എളാപ്പാൻ്റെ മകന്, മൂത്താപ്പാൻ്റെ മകന്, മൂത്തച്ഛന്, ഇളച്ചന്, ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് ഇവരൊക്കെ ഒരു സമയത്തും കാണാൻ പറ്റില്ല.
അത് യുദ്ധൻ്റെ സമയത്തിൽ മാത്രമല്ല, ഒരു സമയത്ത് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റാത്തവർ എല്ലാവരും ആ സമയത്തിൽ കണക്ക് തന്നെയാണ്. കാണുന്നത് ഇപ്പോൾ യുദ്ധ സമയത്തായാലും പ്രത്യേകിച്ചൊരു നിയമമൊന്നുമില്ല. ഏത് സമയത്തിലും അവരൊക്കെ കാണാൻ പറ്റാത്തവരാണ്. അത് യുദ്ധ സമയത്തിൽ പറ്റില്ല എന്ന് മാത്രം. ഇതൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു കാണാൻ പറ്റുമെന്ന് ചോദ്യമില്ല. പിന്നെ മറ്റൊരു ചോദ്യം, അമുസ്ലിം സ്ത്രീകളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അമുസ്ലിം സ്ത്രീകളെ കാണാം. ജീവിത കാലഘട്ടത്തിൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്നത് പോലെ മരണാനന്തരവും കാണാം. അതോ അവരെ മരണാനന്തരമല്ല, നമ്മൾ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് അവരെ കാണാൻ പറ്റുമല്ലോ. ആ കാണാൻ പറ്റുന്നവരൊക്കെ നമുക്ക് മരിച്ച് യുദ്ധയിരിക്കുന്ന സമയത്തിലും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണലുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയത്തിൽ സാധാരണഗതിയിൽ ആ മുസ്ലിം സ്ത്രീകൾ നമുക്ക് കാണാമല്ലോ, ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളൊക്കെ കാണാം. എന്നാൽ യുദ്ധരിക്കുമ്പോൾ കാണാം. അപ്പോഴായിട്ട് യുദ്ധരിക്കുമ്പോൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ വാതിൽ കൊട്ടിയടക്കേണ്ട പ്രശ്നമൊന്നും അതിലില്ലാന്നർത്ഥം. ആ ഭക്ഷണം കഴിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആഭരണം അത് ഫുള്ളായിട്ട് ഒഴിവാക്കുക. സുഗന്ധദ്രവ്യം ഒഴിവാക്കുക. എണ്ണയിടുന്ന ഒഴിവാക്കുക. അതുപോലെ ഭംഗിയുടെ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഇഹ്ദാദ് എന്ന് പറയുന്നത്. അതുപോലെ പുറത്തേക്ക് അത്യാവശ്യ ഘട്ടങ്ങളില്ലാതെ വീടിൻ്റെ പുറത്തേക്ക്, അത് വീട്ടിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കണതിനോ അടുക്കളയിൽ പണിയെടുക്കുന്നതിനോ ഇതിനൊന്നും കുഴപ്പമില്ല. അല്ലാതെ വീടിൻ്റെ പുറത്തേക്ക് മറ്റു വീടുകളിലേക്ക് മറ്റൊന്നും പോവാതിരിക്കുക. അത് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ ആ സമയത്തിൽ പോവാം. ഈ കാര്യങ്ങളൊക്കെയാണ് യുദ്ധയിരിക്കുന്ന സമയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ത്വലാഖിൻ്റെ യുദ്ധയുടെ സമയങ്ങളിലൊന്നും തീരെ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ എല്ലാവരും ഇത് പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കുടുസായിട്ടൊക്കെയാണ് ചിലപ്പോൾ ഇരിക്കുക. അതേ സമയത്തിൽ ത്വലാഖിൻ്റെ യുദ്ധയെ ചിലപ്പോൾ പരിഗണിക്കാതിരിക്കുകയും കല്യാണമൊക്കെ അന്വേഷിച്ച് അവളോട് ചോദിച്ച് അവൾ തമ്മിൽ കണ്ട് റെഡിയായി യുദ്ധം കഴിഞ്ഞാൽ പിറ്റേന്ന് നിക്കാതെ നടക്കാന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ശരിയല്ല. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ പ്രദാനം നൽകുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.